വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഫ്താറിന് വിളമ്പാനോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കടിയായിട്ട് കഴിക്കാനോ ഒക്കെ പറ്റും. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ബ്രെഡും മുട്ടയാണ് ഇതിൽ മെയിൻ ചേരുവ. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരു മുട്ട പപ്സിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ വരുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്കിതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള സവാള നല്ല വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വലിയ സവാളയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അത് ഇതുപോലെ നേർത്തതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. നമ്മൾ സമൂസയ്ക്കൊക്കെ വഴറ്റിയെടുക്കൂലേ, അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതും ഒന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ല പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒക്കെ കുറച്ച് മതി, 1/4 ടീസ്പൂൺ മതി. കാരണം നമ്മൾ ഒരുപാടൊന്നും ഈ സ്നാക്ക് ഉണ്ടാക്കുന്നില്ല. ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മസാലയുടെ കുത്ത് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തണ്ട് കരിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഞാനിതാ ഇവിടെ ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തം 8 സ്ലൈസസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അരികുവശം നമുക്ക് പൊടിച്ചിട്ട് ബ്രെഡിൻ്റെ ക്രംസ് ആക്കിയിട്ട് എടുക്കണം. ബ്രെഡിൻ്റെ വൈറ്റ് ഭാഗം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളിയുടെ മസാലയില്ലേ, അത് ഒരു 2 സ്പൂണ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കണം. ഞാൻ 2 കോഴിമുട്ടയാണ് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ നടു മുറിച്ചെടുക്കുക. എന്നിട്ട് ഹാഫ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു ഹാഫ് പോർഷനാണ് നമ്മൾ ഒരു സ്നാക്കിൻ്റെ അകത്ത് വെക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പകുതി കോഴിമുട്ട ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ട പപ്സിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ നമ്മൾ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തുക. ഞാൻ വേറൊരു ബൗളിൽ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. നമ്മൾ വെള്ളം ചേർത്ത് പതപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുട്ട നമ്മുടെ ബ്രെഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇത് സീലായി കിട്ടുന്നില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും. അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ഇത് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചറിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇത് കോട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ അരികു വശമില്ലേ, അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗം തുറന്നിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സീലായിക്കോളും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടി പോകുന്നില്ല. ഇങ്ങനെ മൊത്തം ഞാൻ 4 ബ്രെഡിൻ്റെ സ്നാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈസിയാണ്, സിമ്പിളാണ്. സൈഡൊക്കെ നല്ല കവറായിട്ട് തന്നെയാണുള്ളത്. ഏതെങ്കിലും പോർഷൻ കവർ ആവാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നമ്മൾ മുട്ട പതപ്പിച്ചത് ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആവുന്ന സംഭവമാണ്. ഓൾറെഡി കുക്കായിട്ടുള്ള സാധനങ്ങളാണ് അകത്തുള്ളത്. ഒരു 30 സെക്കൻഡ് 45 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് കുക്കായിട്ട് കിട്ടും. 1 മിനിറ്റ് പോലും വേണ്ട.
എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം താഴ്ത്തി വെക്കുക. ഒരുപാട് ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. കാരണം ഇത് കുക്കാവാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബ്രൗൺ കളറായി ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, വെറൈറ്റിയുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ബ്രെഡും മുട്ട റോസ്റ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്നാക്കും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ നമ്മൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെയില്ല. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് നടു മുറിച്ചിട്ട് പഫ്സിൻ്റെ ഷേപ്പിൽ സെർവ് ചെയ്യുക. നടു മുറിച്ച് കഴിഞ്ഞാൽ ശരിക്കും കാണാം പഫ്സ് പോലെ തന്നെയാണ് ഉള്ളിൽ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ.